വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ഭാരതീയ കാഴ്ചപ്പാടുകളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു വ്യക്തിയുടെ സാംസ്കാരിക, സാമ്പത്തിക, വ്യക്തിഗത, ദാർശനിക, ശാസ്ത്രീയ, സാമൂഹിക, ആത്മീയ പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് പ്രകടമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കായി മനസ്സിനെ വികസിപ്പിക്കുന്നതിനുള്ള മാർഗമാണ് വിദ്യാഭ്യാസം. ആദ്യം വേദകാലഘട്ടത്തിലെ വിദ്യാഭ്യാസം നോക്കുമ്പോൾ ഋഗ്വേദമനുസരിച്ച് വിദ്യാഭ്യാസം മനുഷ്യനെ സ്വാശ്രയനും നിസ്വാർത്ഥനുമായി മാറ്റുന്നു. ഉപനിഷത്തുകൾ പറയുന്നതിനനുസരിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമ ലക്ഷ്യം സാൽവേഷൻ അഥവാ മോക്ഷമാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വേദാന്ത വീക്ഷണം നോക്കുമ്പോൾ അവിടെ ആത്മീയതയിലേക്ക് നയിക്കുന്ന, അതിനെ ഉത്തേജിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അനിവാര്യതയെപ്പറ്റിയാണ് പറയുന്നത്. അതോടൊപ്പം വിദ്യാഭ്യാസത്തിലൂടെ ഭക്തിയുടെയും മതത്തിൻ്റെയും ചൈതന്യം പകരുക, സ്വഭാവത്തിൻ്റെ രൂപീകരണം, വ്യക്തിത്വ വികസനം, സാമൂഹിക ബോധം വളർത്തുക, സാമൂഹിക ഫലപ്രാപ്തിയെ പ്രോത്സാഹിപ്പിക്കുക, ദേശീയ സംസ്കാരത്തിൻ്റെ സംരക്ഷണവും വ്യാപനവും നേടുക എന്നതെല്ലാം ലക്ഷ്യങ്ങളായിരുന്നു. വേദകാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്നത് അറിവാണ്. ഇത് മനുഷ്യൻ്റെ മൂന്നാമത്തെ കണ്ണായി കണക്കാക്കുന്നു. ഈ സൂത്രവാക്യം അർത്ഥമാക്കുന്നത് അറിവ് മനുഷ്യൻ്റെ ആന്തരിക കണ്ണ് തുറക്കുന്നു, ആത്മീയവും ദിവ്യവുമായ പ്രകാശത്താൽ അവനെ നിറയ്ക്കുന്നു എന്നതാണ്. വിദ്യാഭ്യാസത്തിലൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെയും വികസനം സാധ്യമാക്കുന്നതായി കണക്കാക്കുന്നു. പുരാതന വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം ദൈവികമായ ഒരു മനോഭാവം വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് പകരുക എന്നതായിരുന്നു. അറിവിൻ്റെ പിന്തുടരൽ മതമൂല്യങ്ങളുടെ പിന്തുടരലായി കണക്കാക്കിയിരുന്നു. ആചാരപരമായ പ്രവൃത്തികൾ നിറഞ്ഞതായിരുന്നു ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതം. മതനിർദ്ദേശങ്ങളില്ലാത്ത വിദ്യാഭ്യാസം വിദ്യാഭ്യാസമായി കണക്കാക്കിയിരുന്നില്ല. ആത്മീയ മൂല്യങ്ങൾക്ക് അതീവ പ്രാധാന്യം അക്കാലത്ത് നൽകിയിരുന്നു. സ്വഭാവ രൂപീകരണത്തിൽ വളരെയധികം സമ്മർദ്ദം വൈദിക കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം നൽകിയിരുന്നു. ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസമെന്നവർ വിശ്വസിച്ചിരുന്നു. ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം, സദ്ഗുണങ്ങളുടെ പ്രയോഗം എന്നിവ ഒരു വ്യക്തിയെ സ്വഭാവ ഗുണമുള്ളവനാക്കി മാറ്റുന്നു. വിദ്യ അഭ്യസിപ്പിക്കുന്നവരെ, ഗുരുക്കന്മാരെ ധാർമ്മികതയുടെ ആദർശങ്ങളായി അക്കാലത്ത് കണക്കാക്കിയിരുന്നു. സാമൂഹ്യ മൂല്യങ്ങളുടെ ഉയർച്ച ഭാരതീയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായി കണക്കാക്കിയിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം എല്ലാ മനുഷ്യരെയും തുല്യരായി കാണാനും രോഗികളെയും ദുരിതബാധിതരെയും സേവിക്കാനുമുള്ള മനസ്സ് ഓരോ വിദ്യാർത്ഥിയും കൈവരിക്കുന്നു. ബ്രഹ്മചര്യത്തിന് ശേഷം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുന്ന വ്യക്തി താൻ നേടിയ അറിവും ഗുണങ്ങളുമെല്ലാം അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ പ്രാപ്തനാകുന്നു. വ്യക്തിത്വത്തിൻ്റെ വികസനമാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രാചീന കാലത്തെ ഗുരുക്കന്മാർ മനസ്സിലാക്കിയിരുന്നു. മനുഷ്യൻ്റെ വ്യക്തിത്വം ദൈവത്തിൻ്റെ പരമമായ പ്രവൃത്തിയായി അവർ കണക്കാക്കിയിരുന്നു. ആത്മവിശ്വാസം, ആത്മനിയന്ത്രണം, ആത്മാഭിമാനം എന്നീ ഗുണങ്ങൾ അധ്യാപകർ തൻ്റെ വിദ്യാർത്ഥികളിലേക്ക് പകരാനായി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വേദസംസ്കാരം വാമൊഴിയായി തുടർന്നുള്ള തലമുറകളിലേക്ക് പകർന്നു നൽകിയിരുന്നു. ഓരോ വ്യക്തിയും അതിനായിട്ടുള്ള മാധ്യമമായി ആ കാലത്ത് പ്രവർത്തിച്ചിരുന്നു. പ്രത്യേകിച്ചും പുരോഹിത കുടുംബത്തിലുള്ളവർ വേദപാഠങ്ങൾ ഹൃദിസ്ഥമാക്കുകയും മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്തിരുന്നു. ജൈനമതത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം ആത്മാവിൻ്റെ പൂർണ്ണതയായി കണക്കാക്കിയിരുന്നു. നിർവാണം അഥവാ മോക്ഷം നേടുന്നത് ത്രിരത്നങ്ങളിലൂടെയാണെന്നവർ വിശ്വസിച്ചിരുന്നു. ശരിയായ തത്വജ്ഞാനം, ശരിയായ അറിവ്, ശരിയായ പെരുമാറ്റം എന്നിവയാണിത്. ശരിയായ പെരുമാറ്റത്തിൽ നുണ പറയാതിരിക്കുക, മോഷ്ടിക്കാതിരിക്കുക, സുഖഭോഗങ്ങളിൽ അമിതാസക്തി ഉണ്ടാകാതിരിക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ആത്മസാക്ഷാത്കാരം എന്നത് ജൈന മതവിശ്വാസത്തിൻ്റെ പരമമായ ലക്ഷ്യമായി കണക്കാക്കുന്നു. ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളായി കണക്കാക്കിയിരുന്നത് അറിവിൻ്റെ വെളിച്ചം പകരുക, മതത്തിൻ്റെ പ്രചാരണം, ഇസ്ലാമിക മതവിശ്വാസങ്ങളുടെ പിന്തുടരൽ,
ധാർമ്മികതയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, ഭൗതിക അഭിവൃദ്ധി കൈവരിക്കുക, വിദ്യാഭ്യാസത്തിലൂടെ ഭരണത്തെ ശക്തിപ്പെടുത്തുക തുടങ്ങിയവയായിരുന്നു. ബുദ്ധമത വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം ആത്യന്തിക ജ്ഞാനം കൈവരിക്കുക എന്നതായിരുന്നു. പരിശീലനത്തിലൂടെ ജ്ഞാനം നേടുക എന്നത് ബുദ്ധമതം പഠിപ്പിക്കുന്നു. വ്യക്തിത്വത്തിൻ്റെ സമഗ്ര വികസനമായി വിദ്യാഭ്യാസത്തെ അവർ കണക്കാക്കുന്നു. ആധുനിക വിദ്യാഭ്യാസം ലക്ഷ്യം വെക്കുന്നത് ഒരു വ്യക്തിയുടെ സമഗ്ര വികസനമാണ്. അതോടൊപ്പം ദേശീയ സമന്വയത്തിന് സംഭാവന ചെയ്യുക, ശാസ്ത്രീയ മനോഭാവം കൈവരിക്കുക, മാനവ വിഭവശേഷി വികസിപ്പിക്കുക, അതുവഴി വിദ്യാഭ്യാസത്തെ വർത്തമാന കാലത്തിൻ്റെയും ഭാവി കാലത്തിലേക്കുമുള്ളൊരു നിക്ഷേപമായി മാറ്റുക എന്നുള്ളതാണ്.